Hi students, welcome to our Zoology class. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലേ, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അതിൽ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്സ് ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് ദ പാർട്സ് ഓഫ് എലമെന്ററി കനാൽ അല്ലേ. എലമെന്ററി കനാലും ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സും കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. എലിമെന്ററി കനാലിന്റെ കുറച്ച് പോർഷൻസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. മൗത്ത് ലീഡ്സ് ടു oral cavity, and in the oral cavity we can see many teeth as well as a tongue അല്ലേ. അതുപോലെ ഒരു ഫാരിങ്സ് എന്നുള്ളൊരു ചെറിയ പാസേജ് പറഞ്ഞു, ഈസോഫാഗസ് എന്നുള്ള ലോങ് ട്യൂബ് പറഞ്ഞു. നൗ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് സ്റ്റൊമക്ക്. ഓക്കെ, നമ്മൾ ഇന്ന് സ്റ്റൊമക്ക് തൊട്ടുള്ള ഭാഗങ്ങളാണ് now we are going to discuss. We know that esophagus is a long narrow tube അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു long narrow tube ആണെന്ന് പറഞ്ഞു. So that leads into a J-shaped bag-like structure called stomach. ഈസോഫാഗസ് ലീഡ് ചെയ്തിട്ട് ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് ഒരു ജെ ഷേപ്പിലുള്ള ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അതാണ് നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ആൻഡ് വേർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് പ്രോപ്പർലി. എവിടെയാണ് സ്റ്റൊമക്ക് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൾമോസ്റ്റ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദി ലെഫ്റ്റ് പോർഷൻ ഓഫ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി. നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഏകദേശം ലെഫ്റ്റ് പോർഷനിൽ കുറച്ച് അപ്പർ ഭാഗത്തായിട്ട്, അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ കുറച്ച് മുകളിൽ ഏകദേശം ഒരു ലെഫ്റ്റ് ഭാഗത്തായിട്ട് കാണുന്ന ഒരു ജെ ഷേപ്ഡ് ബാക്ക് ലൈക്ക് സ്ട്രക്ചർ ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റൊമക്ക്. അതിനെയാണ് നമ്മൾ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈസോഫാഗസ് ആണ് സ്റ്റൊമക്കിലോട്ട് ലീഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈസോഫാഗസ് സ്റ്റൊമക്കിലോട്ട് ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ അവിടെ ഒരു സ്പിഞ്ചർ ഉണ്ട്. Okay, there is a muscular sphincter. It is also known as gastroesophageal sphincter. It regulates the entry of food from esophagus into stomach. Stomach contains mainly three parts. Three regions ആണ് നമ്മുടെ സ്റ്റൊമക്കിനുള്ളത്. ഏതൊക്കെയാണ് ത്രീ റീജിയൻസ് എന്ന് പറയുന്നത്? നമ്മുടെ ഈസോഫാഗസ് ഓപ്പൺ ചെയ്യുന്ന സ്റ്റൊമക്കിന്റെ ഭാഗമാണ് കാർഡിയാക് റീജിയൻ. ആൻഡ് ദർ ഇസ് another region, അതിനെ കുറച്ച് മുകളിലായിട്ട് നമുക്ക് ഫണ്ടിക് റീജിയൻ ഉണ്ട്, FUNDUS, ഫണ്ടസ് റീജിയൻ. അതിന് താഴെയായിട്ട് വരുന്ന മൂന്നാമത്തെ റീജിയൻ ആണ് പൈലോറസ് എന്ന് പറയും, പൈലോറിക് റീജിയൻ. അപ്പൊ ആ പൈലോറിക് റീജിയൻ ആണ് സ്റ്റൊമക്കിന് ശേഷം വരുന്ന എലിമെന്ററി കനാലിന്റെ പാർട്ട്. ഏതാണ്? സ്മോൾ ഇൻഡസ്റ്റൈൻ അല്ലേ. അപ്പൊ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ ഫസ്റ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിലോട്ട് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ പൈലോറിക് റീജിയൻ ആണ്. അവിടെയും നമുക്ക് എന്തുണ്ട്? ഒരു സ്പിഞ്ചർ ഉണ്ട്. ഓക്കെ, അവിടുത്തെ ഓപ്പണിംഗ് അല്ലേ, നമ്മുടെ സ്റ്റൊമക്കിന്റെ നമ്മുടെ പൈലോറിക് റീജിയൻ നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ ഭാഗത്തോട്ട് ഓപ്പൺ ചെയ്യുന്നിടത്തും നമുക്കൊരു സ്പിഞ്ചർ ഉണ്ട്. സോ ഹിയർ ഇൻ ദിസ് ഡയഗ്രാം യു ക്യാൻ സീ ദ ത്രീ പാർട്സ് ഓഫ് ദി ഹ്യൂമൻ സ്റ്റൊമക്ക് അല്ലേ. നമുക്കൊരു ജെ ഷേപ്പ് പോലെയുള്ള ഒരു ബാഗ് ആണെന്ന് പറഞ്ഞു. അതിൽ തന്നെയുള്ള മൂന്ന് പാർട്സ് ആണ് ഫണ്ടസ്, കാർഡിയാക് ആൻഡ് പൈലോറിക് റീജിയൻസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈസോഫാഗസ് ആണ് സ്റ്റൊമക്കിലോട്ട് ലീഡ് ചെയ്യുന്നത് പറഞ്ഞു അല്ലേ. അപ്പൊ ഈ ഫിഗറിൽ കാണുന്നുണ്ട് ഈസോഫാഗസ് സ്റ്റൊമക്കിലോട്ട് ലീഡ് ചെയ്യുന്ന ആ ഭാഗമാണ്, അവിടെ ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഭാഗമാണ് കാർഡിയാക് റീജിയൻ. ആൻഡ് ഫണ്ടസ് അല്ലേ, അതിന് കുറച്ച് മുകളിലായിട്ട് നമുക്ക് ഫണ്ടസ് അല്ലെങ്കിൽ ഫണ്ടിക് റീജിയൻ കാണുന്നുണ്ട്. അതുപോലെ അതിന്റെ പോസ്റ്റീരിയർ പാർട്ടിൽ, ജെ ഷേപ്ഡിന്റെ പോസ്റ്റീരിയർ പാർട്ടിൽ യു ക്യാൻ സീ ദ പൈലോറിക് റീജിയൻ. ആ പൈലോറിക് റീജിയൻ ആണ് അടുത്ത സ്മോൾ ഇൻഡസ്റ്റൈനിന്റെ ഭാഗമായ ഡിയോഡിനത്തിന്റെ അപ്പർ പോർഷനിലോട്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ പൈലോറിക് റീജിയൻ ലീഡ്സ് ഇൻ ടു ദ ഡിയോഡിനം. സ്മോൾ ഇൻഡസ്റ്റൈനിന്റെ പാർട്ടായിട്ടുള്ള ഡിയോഡിനത്തിലോട്ട് ലീഡ് ചെയ്യുന്നത് പൈലോറിക് റീജിയൻ ആണ്. ക്ലിയർ ആയോ? പോർഷൻ സ്മോൾ ഇൻഡസ്റ്റൈൻ അല്ലേ. സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ് സ്മോൾ ഇൻഡസ്റ്റൈൻ. സ്മോൾ ഇൻഡസ്റ്റൈനും എന്താണ് ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള മൂന്ന് പാർട്സ് ഉണ്ട്. അതിൽ എന്താണ്? അപ്പർ ഭാഗത്ത് കാണുന്ന ഒരു യു ഷേപ്ഡ് ഭാഗമാണ്. യു ഷേപ്ഡ് പാർട്ട് ഇസ് നോൺ ആസ് ഡിയോഡിനം. ഓക്കെ, പിന്നെ എന്താണ്? മിഡിലിൽ ഒരു ലോങ് കോയിൽഡ് റീജിയൻ ഉണ്ട്, അതിന് ജെജനം എന്ന് പറയും. ആൻഡ് ഒരു ഹൈലി കോയിൽഡ് പാർട്ട് ഓഫ് സ്മോൾ ഇൻഡസ്റ്റൈൻ നോൺ ആസ് ഇലിയം. ഓക്കെ, അപ്പൊ നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനും മൂന്ന് പാർട്സ് ആയിട്ട് പറയാം. യു ഷേപ്ഡ് ഡിയോഡിനം ആൻഡ് എ ലോങ് ജെജനം ആൻഡ് ഹൈലി കോയിൽഡ് ഇലിയം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഡിയോഡിനത്തിലോട്ടാണ് നമ്മുടെ സ്റ്റൊമക്കിന്റെ ലാസ്റ്റ് പോർഷൻ ആയിട്ടുള്ള പൈലോറിക് റീജിയൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അവിടെ അതിന്റെ എൻട്രീനെ അല്ലെങ്കിൽ അവിടെ അത് ഓപ്പൺ ചെയ്യുന്നതിനെ റെഗുലേറ്റ് ചെയ്യാണ് ദർ ഇസ് എ സ്പിഞ്ചർ നോൺ ആസ് പൈലോറിക് സ്പിഞ്ചർ. ഓക്കെ,
So here in this diagram you can see the distinguishable three parts of small intestine. അല്ലേ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ഡിയോഡിനം, ജെജനം ആൻഡ് ഇലിയം 3 പാർട്സ് ആണ് കാണുന്നത്. So the upper U-shaped part is known as U-shaped region is duodenum and a long coil middle portion, അല്ലേ, കുറച്ച് ലോങ് കോയിൽഡ് ഫോമിൽ മിഡിലായിട്ട് കാണുന്നതാണ് ജെജനം, അല്ലേ, ഒരു പേർപ്പിൾ കളറിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദ ലാസ്റ്റ് പോർഷൻ ഇലിയം, അല്ലേ, ഇലിയം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഹൈലി കോയിൽഡ് ആയിട്ട് കാണുന്ന ഭാഗമാണ്, കുറച്ചുകൂടെ കോയിൽ ചെയ്തിട്ട് കാണുന്ന ലാസ്റ്റ് പാർട്ടാണ് ഇലിയം എന്ന് പറയുന്നത്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള 3 റീജിയൻസ് ആണ് യു ഷേപ്ഡ് ഡിയോഡിനം ആൻഡ് എ ലോങ് കോയിൽഡ് മിഡിൽ പോർഷൻ നോൺ ആസ് ജെജനം ആൻഡ് എ ഹൈലി കോയിൽഡ് ഇലിയം. ഓക്കെ, ക്ലിയർ ആണോ? നമുക്കൊരു റോസ് കളറിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ ഇലിയം. അപ്പോൾ 3ഉം ഡിഫറെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തതുകൊണ്ട് 3 ഭാഗങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഡിയോഡിനം, യു ഷേപ്ഡ് പാർട്ട് ഡിയോഡിനം, ആൻഡ് ഓൾസോ a jejunum, a long coiled and a ileum. And the opening of the stomach into the duodenum, ഫസ്റ്റ് പോർഷൻ ആയിട്ടുള്ള ഡിയോഡിനത്തിലോട്ട് ഓപ്പൺ ചെയ്യുന്ന അവിടെ ഉള്ള സ്പിഞ്ചർ ആണ് പൈലോറിക് സ്പിഞ്ചർ. ഇറ്റ് വാസ് ഗാർഡഡ് ബൈ പൈലോറിക് സ്പിഞ്ചർ. The last portion of small intestine, that is the ഇലിയം, അല്ലേ, ഇലിയം എന്ന് പറഞ്ഞു, ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇലിയം എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യുക? നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ടാണ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതുപോലെ ലാർജ് ഇൻറ്റസ്റ്റൈനും ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള 3 പാർട്സ് ഉണ്ട്. ഇറ്റ് ഹാസ് 3 ഡിസ്റ്റിങ്വിഷബിൾ പാർട്ട് നോൺ ആസ് സീക്കം, കോലോൺ ആൻഡ് റെക്ടം. സീക്കം, കോലോൺ ആൻഡ് റെക്ടം. ആൻഡ് സീക്കം എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു സാക്കാണ്, ഒരു സ്മോൾ ബ്ലൈൻഡ് സാക്ക്, ആൻഡ് ഇറ്റ് ഹോസ് മെനി മൈക്രോ ഓർഗാനിസം. നമ്മുടെ എന്താണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലൊക്കെ, അല്ലേ, നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിലൊക്കെ ലിവ് ചെയ്യുന്ന, ഹോസ്റ്റ് ചെയ്യുന്ന കുറച്ച് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ കാണപ്പെടുന്ന ഒരു ചെറിയ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് നമ്മുടെ സീക്കം എന്ന് പറയുന്നത്. സീക്കം ഓപ്പൺ ചെയ്തിട്ട് വി ക്യാൻ സീ കോലോൺ. കോലോൺ അത് 3 ഭാഗങ്ങളായിട്ട് കാണാൻ പറ്റും. ദർ ഈസ് ആൻ അസെൻഡിങ് കോലോൺ, a descending colon and a transverse colon. നമ്മളെ ഡയഗ്രത്തിലൂടെ നമുക്ക് ക്ലിയർ ആവും, അല്ലേ, അസെൻഡിങ്, ഡിസെൻഡിങ് ആൻഡ് ട്രാൻസ്വേഴ്സ് കോലോൺ. പിന്നെ ലാസ്റ്റ് പോർഷൻ ആണ് റെക്ടം. റെക്ടം ഇസ് ദ പോർഷൻ. Descending part of the colon actually opens into rectum. നമ്മൾ പറഞ്ഞു അസെൻഡിങ് ആയിട്ടുള്ള കോളോൺ ഉണ്ട്, ട്രാൻസ്വേഴ്സ് കോളോൺ ഉണ്ട്, ഡിസെൻഡിങ് കോളോൺ ഉണ്ട്. അപ്പോൾ ഡിസെൻഡിങ് കോളോൺ ഓപ്പൺ ചെയ്യുന്നത് പിന്നീട് അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്നത് റെക്ടത്തിലോട്ടാണ്. ആൻഡ് ദ റെക്ടം ഓപ്പൺസ് ത്രൂ ആനസ്. ആനസിലൂടെയാണ് ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു, അല്ലേ, എലിമെന്ററി കനാൽ സ്റ്റാർട്ട് ഫ്രം മൗത്ത് ആൻഡ് ഇറ്റ് എൻഡ്സ് അറ്റ് ആനസ്. അപ്പോൾ ആനസിലാണ് ലാസ്റ്റ് ആ റെക്ടത്തിന്റെ ഭാഗം ഓപ്പൺ ചെയ്യുന്നത് പുറത്തേക്ക്. ക്ലിയർ ആണോ? See this diagram. You can see the parts of large intestine, അല്ലേ, സീക്കം എന്ന് പറയുന്ന പാർട്ടും കോലോൺ. കോലോണിന്റെ 3 പാർട്ട് ഉണ്ട്, അസെൻഡിങ് കോലോൺ, ട്രാൻസ്വേഴ്സ് കോലോൺ ആൻഡ് എ ഡിസെൻഡിങ് കോലോൺ. പിന്നെ അത് ലീഡ് ചെയ്യുന്ന ഡിസെൻഡിങ് കോലോൺ ലീഡ് ചെയ്തിട്ട് റെക്ടം കാണുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഫൈനലി ഓപ്പൺസ് ഔട്ട് ത്രൂ ആനസ്, അല്ലേ, ആനസിലൂടെ ഓപ്പൺ ഔട്ട് ചെയ്യും. അപ്പോൾ സീക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദ പ്ലൈൻ സാക്ക് വിച്ച് ഹോസ് സം സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസം. സിംബയോട്ടിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഹോസ്റ്റ് ചെയ്യുന്ന ചെറിയ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് നമ്മുടെ സീക്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് കാണാം, അല്ലേ, ഒരു സ്മോൾ നാരോ ഫിംഗർ ലൈക്ക് ട്യൂബുലാർ പ്രൊജക്ഷൻ കാണുന്നുണ്ട്, ഒരു ചെറിയ. അതിനെ നമ്മൾ വേർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയും. അതൊരു വെസ്റ്റീജിയൽ ഓർഗൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ദാറ്റ് ഓൾസോ അറൈസ് ഫ്രം സീക്കം. സീക്കത്തിൽ നിന്നാണ് അറൈസ് ചെയ്തിട്ട് ഒരു നാരോ, അല്ലേ, ഒരു ട്യൂബുലാർ ആയിട്ടുള്ള ചെറിയൊരു പ്രൊജക്ഷൻ കാണുന്നുണ്ട്. അതാണ് വേർമിഫോം അപ്പൻഡിക്സ്. പിന്നെ നമ്മുടെ കോലോൺ ആൻഡ് ലാസ്റ്റ് ഫൈനലി റെക്ടം. ആൻഡ് ദിസ് റെക്ടം ഓപ്പൺസ് ഔട്ട് ത്രൂ ദ ആനസ്. ഓപ്പൺ ഔട്ട് ചെയ്യുന്നത് ആനസിലാണ്. അപ്പോൾ നമ്മുടെ എലമെന്ററി കനാല് എൻഡ് ചെയ്യുന്നത് ആനസിലാണ്, അല്ലേ, മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറ്റ് എൻഡ്സ് അറ്റ് ആനസ്. ക്ലിയർ ആയോ? Okay, now we can study in detail about the wall of alimentary canal. അല്ലേ, നമ്മൾ എലമെന്ററി കനാൽ മൗത്ത് തൊട്ട് ആനസ് വരെയുള്ള പാർട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ വോൾ എങ്ങനെയാണ് നോക്കാം. ഓക്കെ, ദ വോൾ ഓഫ് എലമെന്ററി കനാൽ ഫ്രം ഈസോഫാഗസ് ടു റെക്ടം possess how many layers? You can see 4 layers in this diagram, അല്ലേ, 4 layers ആയിട്ട് കാണുന്നുണ്ട്. ആൻഡ് വാട്ട്സ് ഇറ്റ്സ് നെയിം? സിറോസ ആൻഡ് muscularis, then submucosa and mucosa. These are the 4 layers of the alimentary canal, or we can say the gut, അല്ലേ. ഒരു ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് ഗട്ട് എടുത്താൽ നമുക്ക് ഇതുപോലെ 4 ലെയേഴ്സ് കാണാൻ പറ്റും. സോ സിറോസ ഇസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ, അല്ലേ, നമുക്ക് കാണുന്നുണ്ട് ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ ആണ് സിറോസ. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് തിൻ മീസോത്തീലിയം. ഓക്കെ, മീസോത്തീലിയം എന്ന് പറഞ്ഞാൽ എപ്പിത്തീലിയം ഓഫ് വിസറൽ ഓർഗൻസ്, ഉള്ളിലുള്ള
ഇന്റേണൽ ഓർഗൻസിൻ്റെ എപ്പിത്തീലിയത്തിനാണ് നമ്മൾ മീസോത്തീലിയം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ തിന്നായിട്ടുള്ള മീസോത്തീലിയം കൊണ്ടാണ് നമ്മുടെ സിറോസ മെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, with some connective tissue, and also we can see some connective tissues in the serosa region. And muscularis is formed by smooth muscles usually arranged into an inner circular and an outer longitudinal layer. അപ്പോൾ മസ്കുലാരിസിന് രണ്ട് ഭാഗങ്ങളുണ്ട് അല്ലേ, ഡയഗ്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇന്നർ സർക്കുലർ പോർഷനും അതുപോലെ ഒരു ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ ലെയറും കൂടെ ഉണ്ട്. ആ രണ്ട് ലെയറും കൂടെ ടുഗെദർ കൺസ്റ്റിറ്റ്യൂട്ട് ദ മസ്കുലാരിസ് അല്ലേ, മസ്കുലാരിസ് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ആൻ ഒബ്ലിക് മസ്കുലാർ ലെയർ മേ ബി പ്രസൻറ്റ് ഇൻ സം റീജിയൻസ്. And the submucosal layer is formed of loose connective tissues containing nerves, blood and lymph vessel. ഇനി നമ്മുടെ അടുത്ത ലെയറാണ് സബ്മ്യൂക്കോസ അല്ലേ. സബ്മ്യൂക്കോസ അല്ലെങ്കിൽ സബ്മ്യൂക്കോസൽ ലെയറിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? അത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. അതിൽ നെർവ്സ് ഉണ്ടായിരിക്കും, ബ്ലഡ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലിംഫ് വെസൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ടിഷ്യൂസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് സബ്മ്യൂക്കോസൽ ലെയർ. ഓക്കെ, ഇൻ ഡിയോഡിനം ഗ്ലാൻസ് ആർ ഓൾസോ പ്രസന്റ് ഇൻ സബ്മ്യൂക്കോസ. ഡിയോഡിനത്തിന്റെ ഭാഗത്ത് എന്തും കൂടെ കാണാൻ പറ്റും, ചില ഗ്ലാൻസും കൂടെ സബ്മ്യൂക്കോസയുടെ റീജിയനിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദ ഇന്നർമോസ്റ്റ് ലെയർ ലൈനിങ് ദ ല്യൂമൻ ഓഫ് ദ എലമെന്ററി കനാൽ അല്ലേ, എലമെന്ററി കനാലിന്റെ ല്യൂമനിൽ ലൈൻ ചെയ്തിട്ട് ല്യൂമനിനെ ലൈൻ ചെയ്ത് കാണുന്ന ഇന്നർമോസ്റ്റ് ലെയർ ആണ് മ്യൂക്കോസ അല്ലേ. അതാണ് ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ മ്യൂക്കോസ. അപ്പൊ 4 ലെയേഴ്സ് പറഞ്ഞു. സിറോസ, മസ്കുലാരിസ്, submucosa and mucosa are the 4 layers of wall of alimentary canal. Or we can say that transverse section of a gut contains 4 layers: serosa, muscularis, submucosa and mucosa. And this layer, that means the mucosal layer, forms irregular folds in the stomach and small finger-like foldings called villi. Villi in the small intestine. Small intestine നമുക്കൊരു ഫിംഗർ ലൈക്ക് ഫോൾഡിങ്സ് കാണാൻ പറ്റും, ചെറിയ ചെറിയ ഫിംഗർ ലൈക്ക് ഫോൾഡിങ്സ്. അതിനെയാണ് നമ്മൾ വില്ലായി എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗത്ത്. ഓക്കെ, ആൻഡ് ദ സെൽസ് ലൈനിങ് ദ വില്ലായി പ്രൊഡ്യൂസ് ന്യൂമറസ് മൈക്രോസ്കോപ്പിക് പ്രൊജക്ഷൻസ് കോൾ മൈക്രോവില്ലായി. ഓക്കെ, അതിനെ ലൈൻ ചെയ്തിട്ട് എന്താണ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരുപാട് പ്രൊജക്ഷൻസ് ഉണ്ട്, അതിനാണ് മൈക്രോവില്ലായി. അപ്പോൾ അതൊരു ബ്രഷ് ബോർഡർ അപ്പിയറൻസ് പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക അല്ലേ. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൈക്രോവില്ലായി പോലെയൊക്കെ ആക്കിയിട്ടുള്ളത്? അത്തരത്തിലുള്ള മോഡിഫിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ, ഒരുപാട് സർഫസ് ഏരിയ എനോമസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു മോഡിഫിക്കേഷൻസ് നമ്മുടെ ഈ മൈക്രോവില്ലായി ഫോമിലൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സർഫസ് ഏരിയ കൂടുമ്പം എന്താണ് ഓരോ വില്ലായിസും നമുക്കറിയാം എന്താണ് അതിലൊക്കെ ധാരാളം ക്യാപ്പിലറീസ് ഉണ്ട് അല്ലേ, നെറ്റ്വർക്ക് ഓഫ് ക്യാപ്പിലറീസും അതുപോലെ ലാർജ് ലിംഫ് വെസൽസും ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദ ലാക്റ്റിയൽ. ലിംഫ് വെസൽസും അതുപോലെ തന്നെ ക്യാപ്പിലറീസ് കൊണ്ടും എനോമസ് ആയിട്ട് കാണുന്നതാണ് നമ്മുടെ ഈ വില്ലസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണുന്നുണ്ട് അല്ലേ വില്ലായി, ലാക്റ്റിയൽ ഒക്കെ. And this mucosal epithelium has goblet cells. Mucosal epithelium കാണുന്ന ചില സെൽസ് ആണ് ഗോബ്ലെറ്റ് സെൽസ് എന്ന് പറയും. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? They secrete mucus that help in lubrication ഹെൽപ്പ് ചെയ്യുന്ന മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗോബ്ലെറ്റ് സെൽസിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അതേപോലെ നമ്മൾ പറഞ്ഞു മ്യൂക്കോസയിൽ സ്റ്റൊമക്കിന്റെ ചില ഭാഗത്തൊക്കെ മ്യൂക്കോസയിൽ ചില ഗ്ലാൻസ് ഫോം ചെയ്യാറുണ്ട് അല്ലേ, ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്ന് പറയാം. ആൻഡ് ക്രിപ്റ്റ്സ് in between the bases of villi in the intestine. Okay, അങ്ങനെ ഇൻറ്റസ്റ്റൈനിൻ്റെ ബേസിൽ ചില ക്രിപ്റ്റ്സും ഫോം ചെയ്യും, ക്രിപ്റ്റ്സ് ഓഫ് ലീബർക്കൻ എന്നൊക്കെ പറയും. ഓക്കെ, സോ വി ഹാവ് സ്റ്റഡീഡ് ദ 4 ലെയേഴ്സ് അല്ലേ. എലമെൻ്ററി കനാലിൻ്റെ വോളിന് 4 ലെയേഴ്സ് ആണെന്ന് പഠിച്ചു. ഏതൊക്കെയാണ് ലെയേഴ്സ്? സിറോസ, മസ്കുലാരിസ്, സബ്മ്യൂക്കോസ ആൻഡ് മ്യൂക്കോസ. 4 ലെയേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു. അതേപോലെ മ്യൂക്കോസൽ ലെയറിൽ നമുക്ക് എന്താണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഇറഗുലർ ഫോൾഡ്സ് കാണാൻ പറ്റും. അതിനാണ് വില്ലൈസ് എന്ന് പറയുന്നത്. വില്ലസ് ഓർ വില്ലായി പ്ലൂറൽ ഫോം ആണ്. ഓക്കെ, സർഫസ് ഏരിയ കൂട്ടാനുള്ള മോഡിഫിക്കേഷൻസ് ആണ് എന്നൊക്കെ പഠിച്ചു. ക്ലിയർ ആയോ? വി ഹാവ് കംപ്ലീറ്റഡ് ദ എലമെന്ററി കനാൽ അല്ലേ. നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ഭാഗമായിട്ടുള്ള എലമെന്ററി കനാൽ അതിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തു. സോ ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലോട്ട് ആഡ് ചെയ്യാൻ എന്തും കൂടെ ഉണ്ട്, ഡൈജസ്റ്റീവ് ഗ്ലാൻസും കൂടെ ഉണ്ട്. അതും കൂടെ ആകുമ്പോഴാണ് ഇറ്റ് വിൽ കംപ്ലീറ്റ് അല്ലേ, ഡൈജസ്റ്റീവ് സിസ്റ്റം എൻറ്റയർലി കംപ്ലീറ്റ് ആവുന്നത്. സോ നമ്മുടെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് എന്ന് പറയുന്നത് മെയിൻലി 3 ടൈപ്സ്
glands ആണുള്ളത്, 3 ആണുള്ളത്. That is salivary glands and pancreas as well as liver. Liver, pancreas and salivary glands are the digestive glands associated with our digestive system. Okay, so first we can start with salivary glands. Salivary glands produce ചെയ്യുന്നതാണ് saliva. നമ്മുടെ മൗത്ത് എപ്പോഴും salivate ചെയ്യും. So saliva is mainly produced by 3 pairs of salivary glands. ഏതൊക്കെയാണ് ആ pairs? Parotids. Parotid gland കാണുന്നില്ലേ ഫിഗറിലെ ചീക്കിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നതാണ്, ചീക്കിന്റെ ഓൾമോസ്റ്റ് ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് പാരോട്ടിഡ്സ്. ആൻഡ് ഓൾസോ ദ സബ് മാക്സിലറി ഗ്ലാൻഡ്, അല്ലെങ്കിൽ സബ് മാൻറ്റിബുലാർ എന്ന് പറയാം, കാരണം ലോവർ ജോന്റെ ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്ത് കാണുന്നതാണ് സബ് മാക്സിലറി ഗ്ലാൻഡ്. ആൻഡ് ഓൾസോ ദ സബ് ലിംഗ്വൽസ്. സബ് ലിംഗ്വൽസ് എവിടെയാണ് കാണുന്നത്? നമുക്ക് ബിലോ ദ ടങ്, ടങ്ങിന് ബിലോ ആയിട്ട് കാണുന്നതാണ് സബ് ലിംഗ്വൽ ഗ്ലാൻഡ്. ഈ ഡയഗ്രത്തിൽ ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? പാരോട്ടിഡ് ഗ്ലാൻഡ്, സബ് മാക്സിലറി ഗ്ലാൻഡ് ആൻഡ് സബ് ലിംഗ്വൽ ഗ്ലാൻഡ്. അങ്ങനെ 3 പെയേഴ്സ് ഓഫ് സലൈവറി ഗ്ലാൻഡ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. And where these glands are actually located? This gland situated just outside the buccal cavity. നമ്മുടെ buccal cavityക്ക് outside ആയിട്ടാണ് നമ്മുടെ glands ഉള്ളത്. And secrete salivary juice. buccal cavityയിലോട്ട് salivary juiceനെ secrete ചെയ്യും. നമുക്കറിയാം സലൈവ എന്താണ് വലിയൊരു റോള് വഹിക്കുന്നുണ്ട് നമ്മുടെ ഡൈജഷനിലൊക്കെ. അപ്പോൾ ആ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ 3 പെയേഴ്സ് ഓഫ് സലൈവറി ഗ്ലാൻഡ്സ് കൊണ്ടാണ്. 3 പെയേഴ്സും ക്ലിയർ ആയില്ലേ? The salivary glands we have liver. അടുത്ത ഒരു ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ആണ് ലിവർ. ലിവർ ആണ് എന്താണ് ഏറ്റവും ഒരു ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ എ ഹ്യൂമൻ ബോഡി. അത് എത്ര വെയ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? ഇറ്റ് വെയ്സ് അബൌട്ട് 1.2 sometimes 1.5 kilogram in an adult human being. ഒരു അഡൽട്ട് ഹ്യൂമൻ ബീയിങ്ങിൽ ഏകദേശം 1.5 kilogram or 1.2 kilogram അത്രയും വെയ് ചെയ്യുന്ന ഒരു ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് നമ്മുടെ ലിവർ എന്ന് പറയുന്നത്. ലിവർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ലിവർ ഈസ് ലൊക്കേറ്റഡ് ബിലോ ദ ഡയഫ്രം ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി. നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ ഡയഫ്രത്തിനൊക്കെ താഴെയായിട്ടാണ് നമ്മുടെ ലിവർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലിവർ ഹാസ് 2 lobes. 2 lobes ആണ് ഉള്ളത്. So here in this diagram you can see the 2 lobes, right lobe ഉം left lobe ഒക്കെ കാണുന്നുണ്ട്. So the hepatic lobules. Hepatic means liver. Hepatic lobules are the structural and functional units of liver containing hepatic cells. അതിലുള്ള സെൽസിനെ നമ്മൾ ലിവർ സെൽസിനെ ഹെപ്പാറ്റിക് സെൽസ് എന്ന് പറയും. And they are arranged in the form of codes. അത് കോഡ്സ് ഫോമിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈച്ച് ലൊബ്യൂൾ ഈസ് കവേർഡ് ബൈ എ തിൻ കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത് കോൾഡ് ദ ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ. ഓരോന്നും കവർ ചെയ്തിട്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഷീത്തിനാണ് നമ്മൾ ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് ദിസ് ഹെപ്പാറ്റിക് സെൽസ് ഓർ ലിവർ സെൽസ് സെക്രീറ്റ് ബൈൽ. ബൈൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഏതിലൂടെയാണ് പാസ് ചെയ്യുക? ബൈല് it will pass through the hepatic ducts and it's stored in ഗോൾ ബ്ലാഡർ. ഈ ബൈൽ സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിലാണ്. നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണുന്നുണ്ട് ഗോൾ ബ്ലാഡർ. അത് വളരെ തിന്നായിട്ടൊരു മസ്കുലർ ബാഗാണ് ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത്. സോ ദ ഡക്ട് ഓഫ് ഗോൾ ബ്ലാഡർ അലോങ് വിത്ത് ദ ഹെപ്പാറ്റിക് ഡക്ട് ഫ്രം ദ ലിവർ ഫോംസ് ദ കോമൺ ബൈൽ ഡക്ട്. അപ്പോൾ കോമൺ ബൈൽ ഡക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോൾ ബ്ലാഡറിൻ്റെ ഡക്റ്റും അതുപോലെ ഹെപ്പാറ്റിക് ഡക്റ്റും കൂടെ എന്താണ്? ലിവറിൽ നിന്നുള്ള ഹെപ്പാറ്റിക് ഡക്റ്റും ഗോൾ ബ്ലാഡറിലുള്ള ഡക്റ്റിനാണ് നമ്മൾ സിസ്റ്റിക് ഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത് മൊത്തത്തിൽ ഫോം ചെയ്യുന്നതാണ് കോമൺ ബൈൽ ഡക്റ്റ്. കോമൺ ബൈൽ ഡക്റ്റ്. യു ക്യാൻ സീ ദ കോമൺ ബൈൽ ഡക്റ്റ് ഇൻ ദിസ് ഡയഗ്രാം. And the bile duct and the pancreatic duct open together into the duodenum. U-shaped part ആയിട്ടുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഡിയോഡിനത്തിലോട്ടാണ് നമ്മുടെ ബൈൽ ഡക്റ്റും പാൻക്രിയാറ്റിക് ഡക്റ്റും ഓപ്പൺ ചെയ്യുന്നത്. അതെങ്ങനെയാണ്? കോമൺ ആയിട്ടുള്ള ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് എന്നുള്ള ഫോമിലാണ്. ഹെപ്പാറ്റോ മീൻസ് ലിവറിൻ്റെ ഭാഗം, പാൻക്രിയാറ്റിക് മീൻസ് പാൻക്രിയാസിൻ്റെ ഭാഗം. അപ്പോൾ കോമൺ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ഡിയോഡിനത്തിലോട്ടാണ്. and it is guarded by a sphincter called the sphincter of Oddi. അവിടെയും ഒരു സ്പിൻചർ ഉണ്ട്. ഓക്കെ, അതിനെ ഗാർഡ് ചെയ്യുന്ന സ്പിൻചർ ആണ് sphincter of Oddi. After the liver then comes the digestive gland known as pancreas. നമ്മൾ പറഞ്ഞു എന്താണ്? ലിവറിന് ശേഷം നമ്മുടെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ്. പാൻക്രിയാസ് ഗ്ലാൻഡ് കേട്ടിട്ടുണ്ടോ? പാൻക്രിയാസ് ഗ്ലാൻഡ് ഈസ് ആക്ച്വലി വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ കോമ്പൗണ്ട് ഗ്ലാൻഡ്. നമുക്കതിനൊരു കോമ്പൗണ്ട് ഗ്ലാൻഡ് എന്ന് പറയാം. Why it is called a compound gland?
എന്തുകൊണ്ടാണ് അങ്ങനെ കോമ്പൗണ്ട് ഗ്ലാൻഡ് ആണെന്ന് പറയുന്നത്? ബിക്കോസ് ദ പാൻക്രിയാസ് ആക്ട്സ് ലൈക്ക് both as exocrine gland as well as endocrine gland. Exocrine activity endocrine activity ഒരുമിച്ച് കാണിക്കുന്നത് കൊണ്ടാണ് we can call it as a compound gland. ഓക്കെ, അപ്പോൾ നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ ആണ് അല്ലേ? എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? വേർ ഇറ്റ് ഈസ് ആക്ച്വൽ ലൊക്കേഷൻ? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ലിംസ് ഓഫ് ദ യു ഷേപ്പ് ഡിയോഡിനം. അല്ലേ, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഡിയോഡിനത്തിൻ്റെ അല്ലേ, നമ്മൾ പറഞ്ഞ യു ഷേപ്ഡ് പാർട്ടായിരുന്നു, അതിൻ്റെ ലിംസിൻ്റെ ഇടയിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇലോങ്ങേറ്റഡ് ഓർഗൻ ആണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സോക്രൈൻ ആക്ടിവിറ്റിയും എൻഡോക്രൈൻ ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ് അല്ലെങ്കിൽ എക്സോക്രൈൻ പാർട്ടാണ് എന്താണ് നമ്മുടെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാൻക്രിയാറ്റിക് ജ്യൂസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത്. ഡൈജഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൽക്കലൈൻ നേച്ചറിലുള്ള പാൻക്രിയാറ്റിക് ജ്യൂസസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളതൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത് അതിൻ്റെ എക്സോക്രൈൻ പാർട്ടാണ്. ക്ലിയർ ആണോ? ഇനി അതിൻ്റെ എൻഡോക്രൈൻ പാർട്ട് സെക്രീറ്റ് ചെയ്യുന്ന ചില ഹോർമോൺസ് ആണ് നമ്മുടെ ഗ്ലൂക്കഗോണും ഇൻസുലിനൊക്കെ. അതൊക്കെ നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. വാട്ട് ഇസ് ദ ഫങ്ഷൻസ് ഓഫ് ദിസ് ഗ്ലൂക്കഗോൺ, ഇൻസുലിൻ. പക്ഷെ നിങ്ങൾക്ക് അറിയുണ്ടായിരിക്കും അല്ലേ, ഇൻസുലിനൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അല്ലേ? അപ്പോൾ ഇൻസുലിനും ഗ്ലൂക്കഗോണും ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ എൻഡോക്രൈൻ പാർട്ട്. നമ്മളിപ്പോൾ ഡൈജഷനിൽ നമുക്ക് വേണ്ടത് അതിൻ്റെ എക്സോക്രൈൻ പാർട്ട് സെക്രീറ്റ് ചെയ്യുന്ന ആൽക്കലൈൻ നേച്ചറിലുള്ള പാൻക്രിയാറ്റിക് ജ്യൂസസ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പാൻക്രിയാസ്. പാൻക്രിയാസ് ക്ലിയർ ആയോ? സോ ഹിയർ ഇൻ ദിസ് ഡയഗ്രാം യു ക്യാൻ സീ ആൻ ഇലോങ്ങേറ്റഡ് ഓർഗൻ അല്ലേ, വളരെ നീളത്തിൽ കാണുന്ന ഒരു ഇലോങ്ങേറ്റഡ് ഓർഗൻ ആണ് നമ്മുടെ പാൻക്രിയാസ്. അതിന് എക്സോക്രൈൻ പാർട്ടും എൻഡോക്രൈൻ പാർട്ടും ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇതൊക്കെ ക്ലിയർ ആയില്ലേ? സോ വി ഹാവ് കവേർഡ് ദ എലമെന്ററി കനാൽ ആസ് വെൽ ആസ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എലമെന്ററി കനാലിൻ്റെ ഭാഗങ്ങളും അതുപോലെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന 3 ഗ്ലാൻഡ്സും കൂടെ ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്യാം ഫസ്റ്റ് തൊട്ടിട്ട് അല്ലേ? എലമെന്ററി കനാൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇറ്റ്സ് ഓപ്പൺസ് ത്രൂ മൗത്ത് അല്ലേ? അവിടെ ആദ്യം തുറക്കുന്ന ഓപ്പണിംഗ് ആണ്, നാച്ചുറൽ ഓപ്പണിംഗ് ആണ് മൗത്ത് അല്ലേ? മൗത്ത് ലീഡ്സ് ടു ബക്കൽ ക്യാവിറ്റി ഓർ ഓറൽ ക്യാവിറ്റി. ഓറൽ ക്യാവിറ്റിയിൽ എന്തുണ്ട്? മെനി ടൂത്ത്സ് അല്ലേ? കുറേ പല്ലുകളുണ്ട്. പല്ലുകളിലല്ലേ നമ്മൾ 4 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. ഹെറ്ററോഡോണ്ട് ആണെന്ന് പറഞ്ഞു അല്ലേ? ഇൻസിസേഴ്സ് ഉണ്ട്, കനൈൻസ്, പ്രീമോലാസ് ആൻഡ് മോലാസ്. നമ്മൾ ഡെന്റൽ ഫോർമുല പറഞ്ഞു. അതൊക്കെ ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? അതുപോലെ ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റിയിലുള്ളതാണ് ഒരു മസ്കുലാർ ആയിട്ടുള്ള ഓർഗനാണ് ടങ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതാണ് ഓറൽ ക്യാവിറ്റിയിൽ വരുന്നത്. പിന്നെ എന്താണ്? ഫാരിങ്സ് അല്ലേ? ഓപ്പൺ ചെയ്യുന്ന ഒരു കോമൺ പാസേജ് ഫോർ ബോത്ത് ഫുഡ് ആൻഡ് എയർ, അതാണ് ഫാരിങ്സ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈസോഫാഗസ്, എ ലോങ് നാരോ ട്യൂബ്. ഈസോഫാഗസ് എങ്ങോട്ടാണ് പിന്നെ ലീഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നത്? ഒരു ജെ ഷേപ്ഡ് സ്ട്രക്ചർ ആയിട്ടുള്ള നമ്മുടെ സ്റ്റൊമക്ക് അല്ലേ? സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയം എന്ന് പറയും മലയാളത്തിൽ അല്ലേ? അപ്പൊ സ്റ്റൊമക്ക് പറഞ്ഞു. സ്റ്റൊമക്കിന്റെ 3 റീജിയൻസ് ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു 3 റീജിയൻസ്? നമ്മുടെ ഈസോഫാഗസ് ഓപ്പൺ ചെയ്യുന്നത് കാർഡിയാക് റീജിയൻ ആണ്, അതുപോലെ ഫണ്ടസ് റീജിയൻ ഉണ്ട്, പൈലോറിക് റീജിയനും ഉണ്ട്. എന്നിട്ട് നമ്മുടെ സ്റ്റൊമക്കിന്റെ പൈലോറിക് റീജിയൻ ലീഡ്സ് ഇൻ ടു ഡിയോഡിനം ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലേ? സ്റ്റൊമക്ക് കഴിഞ്ഞു വരുന്നതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പം നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ 3 ഭാഗങ്ങളും അതുപോലെ പറഞ്ഞു. യു ഷേപ്ഡ് ഡിയോഡിനം ഉണ്ട് അല്ലേ? അതുപോലെ എന്താണ് മിഡിൽ പോർഷനിൽ നമുക്ക് കോയിൽ ചെയ്തിട്ടുള്ള ജജനമുണ്ട്. പിന്നെ ഹൈലി കോയിൽ ചെയ്ത് കിടക്കുന്ന ഇലിയം എന്ന് പറയുന്ന പോർഷനൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഇലിയം ലാസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ടാണ് അല്ലേ? ലാർജ് ഇൻറ്റസ്റ്റൈനും നമ്മൾ 3 ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു. സീക്കം പറഞ്ഞു. സീക്കത്തിലാണ് നമുക്കൊരു വെസ്റ്റീജിയൽ ഓർഗൻ ആയിട്ടുള്ള വേർമിഫോം അപ്പൻഡിക്സ് ഒക്കെ കാണുന്നത്. അതുപോലെ കോളൻ അല്ലേ? കോളൻ തന്നെ അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ ആൻഡ് ഡിസെൻഡിങ് കോളൻ ഉണ്ട്. ഡിസെൻഡിങ് കോളൻ ഓപ്പൺ ചെയ്യുന്നതാണ് റെക്ടത്തിലോട്ട്. റെക്ടം ലാസ്റ്റ് എങ്ങോട്ടാണ് ഓപ്പൺ ഔട്ട് ചെയ്യുന്നത്? ത്രൂ ആനസ്. ഓക്കെ, അപ്പം മൗത്ത് തൊട്ട് ആനസ് വരെ എത്തി നിൽക്കുന്ന ഒരു പാർട്ടാണ് അല്ലേ? ഒരു വലിയ പല ഭാഗങ്ങളും ചേർന്നിട്ടുള്ള ഒരു ലോങ് ട്രാക്റ്റ് ആണ് നമ്മുടെ എലിമെന്ററി കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ എലിമെന്ററി കനാലിന്റെ വോൾ അല്ലേ? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 4 ലെയേഴ്സ്. ആ 4 ലെയേഴ്സ് ഡിസ്കസ് ചെയ്തു. അതൊക്കെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതിനൊക്കെ ശേഷം നമ്മൾ എന്താണ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സും കൂടെ ഡിസ്കസ് ചെയ്തു. യു നോ ദാറ്റ് ദർ ആർ 3 ഗ്ലാൻഡ്സ്, salivary glands as well as liver and pancreas. അപ്പോൾ ഈ 3 ഗ്ലാൻഡ്സിന്റെ ഫംഗ്ഷന് എന്താണ്, അവ എന്താണ് ഡൈജഷൻ എന്ന പ്രോസസ്സിൽ വാട്ട് ദേ ആർ ഡൂയിങ് എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം നല്ലൊരു ക്ലിയർ പിക്ചർ കിട്ടിയോ നിങ്ങൾക്ക്? ഇസ് ദർ എനി ഡൗട്ട്സ് ടു യു?
എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദെൻ ഓൺലി വി ക്യാൻ ഗോ ടു ദ ആക്ച്വൽ പ്രോസസ് ഓഫ് ഡൈജഷൻ അല്ലേ. ഡൈജഷൻ പ്രോസസ്സ് പഠിക്കണമെങ്കിൽ വി ഷുഡ് നോ എ ക്ലിയർ പിക്ചർ ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ദറ്റ് ഈസ് ദ എലിമെൻ്ററി കനാൽ ആസ് വെൽ ആസ് ദ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പോർഷന് കവർ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയോ? നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.